ചങ്ങനാശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സർഗക്ഷേത്ര കൾച്ചറൽ ചാരിറ്റബിൾ അക്കാദമിക് മീഡിയ സെന്ററിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ സംരംഭത്തിന് തുടക്കമാവുകയാണ്. സർഗക്ഷേത്ര സ്പോർട്സ് ആൻഡ് വെൽനസ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന സർഗ ചാരിറ്റി ചാപ്റ്റർ കിഡ്നി രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും സ്വാന്തനമേകുന്ന നൂതനമായ ഈ പദ്ധതി ഈ പ്രദേശത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയായി പരിണമിക്കും. നിർധനരായ രോഗികൾക്ക് സാമ്പത്തിക സഹായം നൽകുകയാണ് ഇതിൻ്റെ ഉദ്ദേശം. ആദ്യമായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയാലിസിസ് പേഷ്യൻസിനെയാണ്. ഞങ്ങൾ സെയിൻറ്റ് തോമസ് ഹോസ്പിറ്റലുമായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ധാരാളം നിർധനരായിട്ടുള്ള ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട്. അവരെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇതിന് സഹായത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഞങ്ങളൊരു ആണ്ടിലൊരു 5000 ഡയാലിസിസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ചിട്ട് ഈ ക്യാൻസർ പേഷ്യൻസും കൂടുതൽ ഡയാലിസിസ് പേഷ്യൻസിനെയും ഒക്കെ ഇതിൻ്റെ ഈ പരിധിക്കുള്ളിൽ കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രോഗികളായി പോകാതെ തന്നെ രോഗികളാകുന്ന അവസ്ഥ നമുക്ക് എങ്ങനെയെങ്കിലും പ്രതിരോധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ അതും നമ്മുടെ ഈ ചിന്തയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ അതൊക്കെ അനുഗ്രഹമായി തീരും. 5000 ഡയാലിസിസ് വൻ തുക ആവശ്യമുള്ളൊരു കാര്യമാണ്. വൻ തുക അത് നൽകാനായിട്ട് മനസ്സ് കാണിച്ചു. തീർച്ചയായിട്ടും ദൈവം നിങ്ങളുടെ അടുക്കിലേക്ക്, നമ്മുടെ അടുക്കിലേക്ക് വരുന്ന പ്രവൃത്തിയാണ്. അതിന് ആ സാന്നിധ്യം, ദൈവ സാന്നിധ്യം നമുക്കെല്ലാം അനുഗ്രഹമാണ്. എത്ര ഇല്ലായ്മയിലും നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഹൗസിങ്ങിനോടൊന്നും 25 കൊല്ലം നീളമില്ല, 5 കൊല്ലത്തിനുള്ളിൽ ദൈവം തീർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനെപ്പോഴും എനിക്ക് എൻ്റെ വിശ്വാസത്തിൽ തോന്നിയിട്ടുള്ള കാര്യം, ചില മാസങ്ങളിൽ നമ്മൾ കലാകാരനാണ്, നമുക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ 1-ാം തീയതി ഒപ്പിട്ട് മേടിക്കുന്ന ശമ്പളമോ ഒന്നുമല്ല, അനിശ്ചിതത്വങ്ങൾ ജീവിതത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ, കുട്ടികളുടെ ഫീസോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും ചിലപ്പോൾ ഒരു ആവശ്യത്തിന് ആരെങ്കിലും വിളിച്ചിട്ട് ഇന്ന പോലെ ഒരു വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നും നോക്കാതെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്ഭുതകരം എന്ന് പറയട്ടെ, അപ്പോഴേക്കും ചിലപ്പോൾ ഒരു സിനിമയോ ഒരു ഉദ്ഘാടനമോ ഇടിമണിക്ക് സണ്ണിച്ചേട്ടൻ്റെ ഒരു പരസ്യമോ ഒക്കെ ആയിട്ട് എന്നെ ദൈവം അങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. ഒരു പേഷ്യൻ്റ് വളരെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് വന്നു, എമർജൻസി ആയിട്ട് ഡയാലിസിസ് ആരംഭിക്കണം, അല്ലെങ്കിൽ ജീവന ആപത്താണ്. പക്ഷേ അവരുടെ കയ്യിൽ ഒരു പൈസ പോലും നൽകുവാനായിട്ടില്ല, യാതൊരു പൈസയും ഇല്ലാതെ, ബൈസ്റ്റാൻഡർ പോലും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഹരീഷാണെന്ന് തോന്നുന്നു നിർബന്ധം പിടിച്ചു. തീർച്ചയായിട്ടും ഡയാലിസിസ് നമ്മളിവിടെ ആരംഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൈസ പോലും വാങ്ങാതെയാണ് ആ പേഷ്യൻറ്റിന് ഡയാലിസിസ് ചെയ്ത് നമ്മൾ ആരംഭിച്ച് തുടങ്ങിയത്. നമ്മളെല്ലാവരുടെയും കാര്യമായിട്ടുള്ള സഹകരണവും നമ്മുടെ സമയം വ്യയം ചെയ്യാൻ, നമ്മുടെ സമ്പത്ത് വ്യയം ചെയ്യാനായിട്ട് നമുക്ക് ആഗ്രഹവും നല്ല മനസ്സും ഉണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം വലുതായിത്തീരും. ഞാൻ ആദ്യം പോയത് വാഴപ്പള്ളിയിലെ ഒരു വീട്ടിലായിരുന്നു. ആ വാഴപ്പള്ളിയിലെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഷീറ്റ് വലിച്ച് കെട്ടിയിരിക്കുന്ന മേൽക്കൂരയുള്ള ഒരു വീടായിരുന്നു, ടോയ്ലറ്റ് ഇല്ല. അപ്പം നമ്മളോർത്ത് ഇതാ ഏറ്റവും ഫസ്റ്റിലെ കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ഓർക്കും. രണ്ടാമത് ചെയ്യുന്നത് ഒരു ഒറ്റമുറിയുള്ള ഷീറ്റടിച്ച ഒരു വീടാണ്, 2 പിള്ളേരും ഭാര്യയും ഭർത്താവും കൂടെ താമസിക്കുന്ന ഒരു വീട്. അപ്പോൾ ഓർത്തു ഇതാ ഏറ്റവും അർഹതയുള്ളതെന്ന്. മൂന്നാമതൊരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് മാനസിക വൈകല്യമുള്ള ഒരു കൊച്ചുള്ള ഒരു വീടിലാണ് ഞങ്ങൾ മൂന്നാമത് ചെല്ലുന്നത്. അപ്പം അത് ഷെയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങനെയുള്ള വീടുകളിലാണ് ചെന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ 40 വീടുകളും കൊടുക്കാൻ അർഹതയുള്ളതാണ്. ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, ഒരു ജെന്യുവിനെസ്
ബോധ്യപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ നിൽക്കും. ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്.